സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജൻസിയെ ആകർഷിച്ച ഒന്നായിരുന്നു വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ. വാഹനങ്ങൾക്ക് ജൻസിക്ക് ഇഷ്ടമായ തരത്തിൽ മോഡിഫിക്കേഷൻ നടത്താം. ഇത് കേട്ട് സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ജൻസി അങ്ങ് മോഡിഫിക്കേഷൻ നടത്തി. MBD ഫൈൻ അടച്ചു. MBD ഫൈൻ അടച്ചപ്പോൾ ജൻസി വളരെ ദുഃഖാകുലരായി മാറി. സതീശൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ നടന്നു. ജൻസിയെ ആകർഷിച്ച സതീശൻ്റെ ടെക്നിക്ക് വാഹനങ്ങളിൽ ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻ വരുത്താം എന്നത് ആയിരുന്നു. അത് വിശ്വസിച്ചു ജൻസി. ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, സതീശൻ്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു CP ജോൺ. CMPയുടെ നേതാവാണ് ഇപ്പോൾ CP ജോൺ. CP ജോൺ സതീശനെ തള്ളി രംഗത്ത് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോടെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി CP ജോൺ പ്രസ്താവിച്ചിരിക്കുന്നു. സുരക്ഷ അവഗണിച്ചും ശബ്ദവും വെളിച്ചവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതോടുകൂടി സതീശൻ്റെ കപട നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. CP ജോൺ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് CP ജോൺ പറഞ്ഞു. മിതമായ പരിഷ്കാരങ്ങൾ ആകാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തീ പറത്തുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുമ്പോൾ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണം. തെറ്റുകളിൽ വലുത് ചെറുത് എന്ന് നോക്കാൻ കഴിയില്ല. മോഡിഫിക്കേഷന് ചുമത്തേണ്ട ചാർജുകളെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ ജൻസിയെ പച്ചയ്ക്ക് പറ്റിച്ചിരിക്കുന്നു സതീശൻ. ജൻസി സതീശന് ഒന്നടങ്കം സതീശന് വേണ്ടി വോട്ട് ചെയ്തത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ വരുത്താം എന്ന വാഗ്ദാനത്തിൽ മതിവങ്ങിയാണ്. സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ ജൻസി വാഹനങ്ങളുടെ മോഡിഫിക്കേഷനൊക്കെ നടത്തി നോക്കി. MVD നല്ല തുക ഫൈനും അടച്ചു. ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെയൊന്നും മോഡിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. സതീശ, ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. പറയുന്നത് ചെയ്തിരിക്കണം, പറയാത്തത് ചെയ്യരുത്. പിണറായിയുടെ വലിയൊരു മേന്മ അദ്ദേഹം പറയുന്നത് ചെയ്തിരിക്കും എന്നതായിരുന്നു. സ്ത്രീകൾക്കുള്ള 1000 രൂപ സ്റ്റൈഫൻഡ് പദ്ധതി, പെൻഷൻ പദ്ധതി, തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കേണ്ട പെൻഷൻ പദ്ധതി പിണറായി സർക്കാർ തുടങ്ങി വെച്ചിരുന്നു. അതെന്തായി? ചോദ്യം ബാക്കിയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കുമെന്ന് സതീശൻ പ്രചരണ പത്രികയിൽ പറഞ്ഞിരുന്നു. അത് എന്തായി? ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിച്ചത് മാത്രമാണ് സതീശനുള്ള നേട്ടം. ആ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുമ്പോൾ സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലും ഒക്കെ സൗജന്യയാത്ര അനുവദിക്കും എന്ന് പറഞ്ഞ വാഗ്ദാനം എന്തായി? ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ബാക്കിയാകുന്നു. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്തിലുടനീളം ഒഴുക്കാനുള്ള സതീശൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്. നല്ല കൂട്ട്. വെള്ളാപ്പള്ളി നടേശനെ തന്നെ കൂട്ടായി എടുക്കണം. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സതീശനെ വന്ന് ഒട്ടുന്നത് VM സുധീരൻ അദ്ദേഹത്തിനെതിരെ കർശനമായ KK മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കർശനമായ നിലപാട് എടുത്തത് കൊണ്ടാണ്.
വെള്ളാപ്പള്ളി നടേശന് സതീശനെയും രമേശ് ചെന്നിത്തലയും ആവശ്യമാണ് 5 വർഷത്തേക്ക്. 5 വർഷം കഴിഞ്ഞാൽ സതീശൻ മുഖ്യമന്ത്രിയാകും എന്നതിൽ യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പ്രകാരം 3 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ ആപത്കരമായ പ്രതിസന്ധിയിലൂടെയാണ് സതീശൻ കടന്നു പോകുന്നത്. സതീശനോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. അത് LDFൻ്റെ ഭാഗത്തു നിന്നല്ല, UDFൻ്റെ ഭാഗത്തു നിന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ വലം കൈയായ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിങ്ങളെ തിരുത്തിയത്, ജൽഫിയെ നിരാശയിലാക്കി.